സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. നമ്മൾ ഈ കഴിഞ്ഞ മാസവും അല്ലെങ്കിൽ ഈ മാസം മുഴുവനായിട്ട് ചർച്ച ചെയ്ത 2-3 വിഷയങ്ങളിൽ ഒന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോയെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പെണ്ണുങ്ങളെ എല്ലാം മോശമായിട്ട് കാണുന്നവനാണെന്നും രാഹുൽ കാട്ടുകോഴിയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ CPIM-ഉം അതായത് കമ്മ്യൂണിസ്റ്റും അതേപോലെ BJPയും പല ആളുകളും ഇവരുടെ കൂട്ടത്തിലുള്ള അതായത് UDF-ലുള്ള ആളുകൾ തന്നെ പല രീതിയിൽ കളിക്കുന്ന കളികളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും എല്ലാം വരികയും രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയുമായിട്ട് മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നുവെന്നും ആ പെൺകുട്ടി ഗർഭിണിയാകുകയും അതിനെ ഗർഭഛിദ്രം നടത്താനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരമായിട്ട് പ്രേരിപ്പിക്കുകയും ആ പ്രേരണയുടെ മൂലമായിട്ട് ആ പെൺകുട്ടി മെഡിസിൻ കഴിക്കുകയും അതിൻ്റെ ആരോഗ്യസ്ഥിതി തന്നെ മോശമാവുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെതിരെ വലിയ രീതിയിൽ കളികൾ കളിച്ചു. എന്നാൽ കോടതി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം സമർപ്പിച്ച ഒരു പരാതി അല്ലെങ്കിൽ ആ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞത് തിടുക്കപ്പെട്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യേണ്ട. ആർക്കാണ് ഇത്ര തിടുക്കം കാണിച്ച് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇത്ര വ്യഗ്രത എന്നാണ് കോടതി ചോദിച്ചത്. അപ്പോൾ കോടതി പറയുന്നത് വരെ ഒരു തെളിവിൻ്റെ അല്ലെങ്കിൽ രാഹുൽ സമർപ്പിച്ചിട്ടുള്ള ആ തെളിവുകളുടെ ആ ഒരു പഠനം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം എന്നാണ് കോടതി പറഞ്ഞത്. കോടതി ആദ്യമേ തന്നെ പറഞ്ഞു ഇത് ഒരു പ്രഥമ ദൃഷ്ട്യാ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകളില്ല, അല്ലെങ്കിൽ ഇത് ഉഭയകക്ഷി പ്രകാരമുള്ള ശാരീരിക ബന്ധം അല്ലെങ്കിൽ ലൈംഗിക ബന്ധമാണ്. അപ്പോൾ അതിനെതിരെ രാഹുലിനെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ ആർക്കാണ് ഇത്ര വ്യഗ്രത എന്ന് ചോദിക്കുകയും രാഹുലിന് ആദ്യം തന്നെ ഒരു ഇളവ് കിട്ടി അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. രണ്ടാമത് ഒരു അതിജീവിത കൂടി രംഗത്തേക്ക് എത്തി. എന്നാൽ ഈ അതിജീവിതയ്ക്ക് തലയില്ല, വാലില്ല, ഒന്നുമില്ല. വേടനെതിരെ പരാതിപ്പെട്ട ആളുകളെ പോലെ തന്നെയാണ്. അഡ്രസ്സ് ഒന്നുമില്ല, ഒരു മേൽവിലാസവുമില്ല. ഇരയുടെ പ്രൈവസി പുറത്താവും എന്നുള്ളത് കൊണ്ട് തന്നെ ആ അഡ്രസ്സും പുറത്തു വിടില്ല. പക്ഷേ കോടതിയിൽ പോയിരിക്കുന്ന കേസിനും അതേപോലെ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുന്ന കേസിനും അതിലൊന്നും ഈ പറയുന്ന ഇര എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിക്ക് പേരേ ഇല്ല, ആരാണെന്നൊന്നുമില്ല. എന്നാൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു നമ്പർ പോലും ഇല്ല എന്നുള്ളതാണ് കോടതി തെളിയിപ്പിച്ചത്, അല്ലെങ്കിൽ കോടതി പറഞ്ഞത്. അപ്പൊ രാഹുലിനെതിരെ രണ്ടാമത് വന്ന ആ ഒരു പരാതിക്കാരി അല്ല ആ ഒരു ഇരയുടെ ആ ഒരു പരാതിയും തള്ളിപ്പോയി. ഇപ്പോൾ എന്താണ് നടന്നിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തി. അപ്പോൾ രാഹുല് പാലക്കാട് വന്ന് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോഴത്തേക്കും റിപ്പോർട്ടർ ചാനൽ ആദ്യമേ ചാടിയെത്തി. നമുക്കറിയാം മാമാപ്പണി ചെയ്യുന്ന മൊട്ട അരുണ് തന്തയ്ക്ക് പുറക്കാഴിയാണ് ചാനലിൽ ഇരുന്നുകൊണ്ട് ഇവൻ ചെയ്യുന്നത്. ഇവർ സദാചാര മാധ്യമ പ്രവർത്തകനാണ് കേട്ടോ. അപ്പൊ സദാചാര ബോധമുള്ളൊരു മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മൊട്ട അരുണും ഇവന്റെ കൂട്ടത്തിലുള്ള കുറെ അവന്മാരോട് ഈ പരിപാടിക്ക് അങ്ങോട്ട് ഇറങ്ങി. നമുക്കറിയാം ദിലീപിനെ കൊടുക്കാനും ഏറ്റവും കൂടുതൽ വ്യഗ്രത കാണിച്ച ഒരു ടീം ഈ റിപ്പോർട്ട് ചാനൽ തന്നെയാണ്. TRP വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം വീട്ടിലെ കുളിമുറിയിൽ പോലും ക്യാമറ വെക്കുന്ന ടീംസാണ് ഇവന്മാരെ നിങ്ങൾ മറക്കരുത്. അപ്പൊ അങ്ങനെ ദിലീപിന്റെ വീട്ടിലേക്ക് ചാടിക്കയറി കാണിച്ച അതേ വ്യഗ്രത ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ കാണിച്ചു. രാഹുൽ നടന്നു പോകുമ്പോഴും രാഹുൽ വരുമ്പോഴും എല്ലാം അവരുടെ കീഴിലേക്ക് ഓടിച്ചെല്ലുന്നു. രാഹുലിനെ വലിയ രീതിയിൽ വലിച്ചു കീറി ഒട്ടിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. അപ്പൊ അങ്ങനെ രാഹുൽ മാങ്കൂട്ടം അതിനെയൊക്കെ നല്ല വിദഗ്ധമായിട്ട് തന്നെയാണ് പ്രതികരിച്ച് അല്ല എസ്കേപ്പ് അടിച്ചത്. അപ്പോൾ രാഹുൽ വോട്ട് ചെയ്യാനെത്തി. കാറിന് പിന്നിൽ കോഴിയുടെ സ്റ്റിക്കർ പതിച്ച് CPIM പ്രവർത്തകരെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു പോസ്റ്റ് റിപ്പോർട്ടർ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് കമന്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മുഖ്യമന്ത്രി പൂഴ്ത്തി വെച്ചൊരു മഹാനുണ്ട്, ഒരു വിദ്വാൻ PT കുഞ്ഞുമുഹമ്മദോ അങ്ങനെ എന്തോ ആണ് അവന്റെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പീഡന വീരൻ. അതിനെപ്പറ്റി ആരോടും ആരും പറഞ്ഞിട്ടില്ല. അതിപ്പോഴും പൂഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കേസാണ് കേട്ടോ. ആ കേസ് എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല? അത് മുഖ്യമന്ത്രിക്ക് വേണ്ട അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന് വേണ്ടപ്പെട്ട ഒരാളാണ്. അയാൾക്കെതിരെയുള്ള കേസായിട്ട് പുറത്തേക്ക് വിടില്ല. അപ്പൊ ഈ പറയുന്ന രാഹുലിന്റെ വാഹനത്തിന് പുറകിൽ കോഴി എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച മഹാന്മാരൊക്കെ മുകേഷിന്റെ വണ്ടിയുടെ പിന്നിൽ ഒട്ടിക്കാൻ എന്താ ആർജവം കാണിക്കാത്തത്? എടാ, ഒരു പരിപാടി ചെയ്യുമ്പോൾ ഈ രണ്ട് അച്ഛന് പിറന്ന സ്വഭാവം കാണിക്കരുത്, അല്ലെങ്കിൽ ഡബിൾ ഫാദർ സിൻഡ്രം കാണിക്കരുത്. എളുപ്പത്തിൽ പറഞ്ഞ അങ്ങനെയാണ്. ആ സ്വഭാവം കാണിക്കുന്നതിന്റെ തുല്യമാണ് നീയൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനത്തിന്റെ പിന്നിൽ ഒട്ടിക്കാൻ പോയപ്പോഴുള്ള വ്യഗ്രത എന്തുകൊണ്ട് മുകേഷിന്റെ വാഹനത്തിന്റെ പിന്നിൽ ഒട്ടിക്കാൻ നിങ്ങൾ കാണിച്ചില്ല എന്നുള്ള ചോദ്യം തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ പാർട്ടിയിൽ, അതായത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ തന്തയ്ക്ക് പുറക്കാഴി കാണിക്കുന്ന എത്രയോ വിദ്വാൻമാരുണ്ട്. അവർക്കെതിരെ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നാളിതുവരെ നിങ്ങൾ സംസാരിച്ചിട്ടുമില്ല, ഇനിയോട്ട് നിങ്ങൾ സംസാരിക്കാനും പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തില് വോട്ട് ചെയ്യാനായിട്ട് എത്തിയപ്പോൾ അയാളുടെ പിന്നിലേക്ക് ക്യാമറയും കൊണ്ടുപോകുന്നു, അയാളുടെ പിന്നാലെ ഓടി കളിച്ചുകൊണ്ട് നടക്കുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമതൊരു ജാമ്യം കിട്ടിയൊരു കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ ആ ഒരു ജാമ്യം കിട്ടിയതിന് പിന്നാലെ നമ്മുടെ കേരള സർക്കാർ കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അതായത് രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ്, രാഹുലിന് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരൊരു അപ്പീലുമായിട്ടല്ല ഒരു ഹർജിയുമായിട്ട് പോയിരിക്കുന്നത്. എന്തായാലും തള്ളിപ്പോ, അത് വേറെ കാര്യം. അപ്പൊ രാഹുല് വോട്ടിന് വേണ്ടി ചെന്നപ്പോൾ ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു പരിപാടി ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചു തരാം. രാഹുൽ അതിന് കൊടുക്കുന്ന മറുപടിയുമുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്ന. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 16-ാം ദിവസം വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. ഒളിവ് ജീവിതം അവസാനിപ്പിച്ച്
വോട്ട് ചെയ്യാനായി പാലക്കാട് കുന്നത്തൂർ മേഡ് സ്കൂളിലെ 2ാം നമ്പർ ബൂത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണ്. 2 ബലാത്സംഗ പരാതികളാണ് രാഹുൽ നേരിട്ടതെങ്കിൽ ഇപ്പോൾ അതിൽ മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA, പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട MLA ഇപ്പോൾ പാലക്കാട് കുന്നത്തൂർ മേഡ് സ്കൂളിൽ എത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു കാര്യം രാഹുൽ പാലക്കാട് എത്തുമെന്നതായിരുന്നു. നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലെ ഒരു MLA കഴിഞ്ഞ 16 ദിവസമായി ഒളിവിലായിരുന്നു. 2 യുവതികളാണ് രാഹുലിനെതിരെ ബലാത്സംഗ പരാതി ഉന്നയിച്ചത്. അത് ഒരു യുവതി നിർബന്ധിത ഗർഭചിത്രമെന്ന കടുത്ത ആരോപണവും ഉന്നയിച്ചിരുന്നു. അതൊക്കെ തന്നെ കേസായി. കേസിൽ വലിയ നടപടികളാണ് നമ്മൾ കണ്ടത്. രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരത്തെ കോടതിയിൽ സമർപ്പിച്ചു. 2 കേസിലും മുൻകൂർ ജാമ്യം കിട്ടി. അതിനെതിരെ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അപ്പീൽ പോയ ദിവസം രാഹുൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് പാലക്കാട്. രാഹുൽ വോട്ട് ചെയ്യാനായി പാലക്കാട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സമരം ചെയ്യലല്ലോ, സമരം ചെയ്യലല്ലോ, മാന്യമായി മൈക്ക് സമരം ചെയ്യലല്ലോ. കണ്ടില്ലേ മാപ്രകളുടെ കരച്ചിൽ കാണാൻ എന്താ രസം. ഓടിപ്പിടിച്ച് രാഹുലിന്റെ അണ്ണാക്കിലേക്ക് മൈക്കും കൊണ്ട് ചെല്ലുന്നുണ്ട്. റിപ്പോർട്ടറാണ് ആദ്യം തള്ളിപ്പിടിക്കുന്നത്. ഇങ്ങനെ അണ്ണാക്കിൽ അങ്ങ് കയറ്റി വെക്കുകയാണോ മൈക്ക്? എന്തിനാ? രാഹുലിന്റെ ബൈറ്റ് കിട്ടാൻ. രാഹുൽ മാങ്കൂട്ടം പറയുന്നതെല്ലാം അങ്ങ് കേൾക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് മൈക്ക് ഇങ്ങനെ എടുത്ത് അണ്ണാക്കിലോട്ട് കൊണ്ട് കുത്തി കയറ്റുക. രാഹുലെ പറയടാ. രാഹുൽ പറയുന്നത് നീയൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും എന്റെ വായിൽ നിന്ന് ഇത്രേ വീഴുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. നമുക്ക് ആ ബാക്കി വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതാ രാഹുലിന്റെ തത്സമയ ദൃശ്യങ്ങൾ. രാഹുൽ ഇതാ പാലക്കാട് നഗരത്തിൽ ഒരു ചായക്കടയിൽ കയറിയിരിക്കുകയാണ്. ചായ കുടിക്കാനായി കയറിയിരിക്കുകയാണ്. വോട്ട് ചെയ്ത ശേഷം രാഹുൽ ഇതാ നഗരത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രിയ ലവളി നമ്മുടെ ഒപ്പമുണ്ട്. പ്രിയ, രാഹുൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞു. എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. അപ്പോൾ ഇനിയും കോടതി തീരുമാനിക്കട്ടെ. എന്തായാലും സത്യം ജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. രാഹുൽ ഒളിവിലായിരുന്നു എന്നാണല്ലോ 15 ദിവസമായിട്ട് ഒളിവിലായിരുന്നു. പിന്നെ പറയാം, പൂർണ്ണമായി പിന്തള്ളാണ് ഈ പരാതി വരുന്നു കേസ്. പിന്നെ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് കോടതിയുടെ പരിഗണനയിലുണ്ട്. ബാക്കിയെല്ലാം പിന്നെ പറയാം. അപ്പൊ ഇനി തിരിച്ചെന്താണ് പരിപാടി? എന്താണ്? ഇപ്പൊ ഒരു ചായ കുടിക്കണം. ഇനി ഇവിടെ പാലക്കാട് തന്നെ ഉണ്ടാവോ അതോ ഇവിടെ നിന്ന് പോവോ? വീണ്ടും ഒളിവിലേക്ക് പോവോ? എനിക്ക് എതിരെ പറയാനുള്ളതും എനിക്ക് പറയാനുള്ളതും രണ്ടും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുണ്ട് അല്ലേ? രണ്ടും കോടതിയുടെ മുൻപാകെയാണുള്ളത്. ഇനി കോടതിയാണ് ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടതും തീർപ്പുണ്ടാക്കേണ്ടതും. അതിനപ്പുറം എനിക്ക് തൽക്കാലം ഒന്നും പറയാനില്ല. എല്ലാം പറയാനുള്ളതെല്ലാം ഞാൻ കോടതിയിൽ പറയും. എനിക്കെതിരെ പറയാനുള്ളതും കോടതിയിൽ തന്നെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത് ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ. അതിനപ്പുറം ഒന്നും ഞാൻ പറയാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നു. ഇത്തരം പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തൽക്കാലം ഞാൻ രാഹുലിന് അങ്ങനെ ഒരു തോന്നലുണ്ട്. രാഷ്ട്രീയ പ്രേരിതമാണോ? തൽക്കാലം ഇതിനപ്പുറം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചൂലേ, ഇവിടെ തന്നെ ഉണ്ടാവോ? പാലക്കാട് തന്നെ ഉണ്ടാവും? നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമുക്ക് അറിയില്ലല്ലോ. കാരണം രാഹുൽ പെട്ടെന്നാണ് കണ്ണാടി പഞ്ചായത്തിലെ പ്രചാരണത്തിന്റെ അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതായത് ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. വരും ദിവസങ്ങളിൽ തന്നെ മനസ്സിലാവുമല്ലോ. അതിനകത്തൊരു തർക്കവും വേണ്ട. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവും. ഇത്ര ദിവസം ഒളിവിലായിരുന്നോ? ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പറയാം. സമയമുണ്ടല്ലോ, ധൃതിയില്ലല്ലോ. മാപ്രയ്ക്ക് എന്താണ് ഇത്ര ഒരു താല്പര്യം, അല്ലെങ്കിൽ എന്താണ് ഇത്ര ആഗ്രഹം? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ തന്നെ ഉണ്ടാവുമോ? അല്ലെ രാഹുലിനെ പറ്റി എന്തൊക്കെ അറിയണം ഇവർക്ക്? രാഹുൽ അവിടെ തന്നെ ചിരിച്ചുകൊണ്ട് നൈസായിട്ട് പറയുന്നുണ്ട്, വരും ദിവസങ്ങളിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. അല്ലെ കോടതിയുടെ മുൻപിലിരിക്കുന്ന ഒരു കേസ്, അല്ലെ കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസ്, അതിനെപ്പറ്റി നിങ്ങളുടെ അടുത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിന്റെ ആവശ്യം പ്രത്യേകിച്ചില്ലല്ലോ. അപ്പോൾ വീണ്ടും വീണ്ടും ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് രാഹുൽ അടുത്ത പരിപാടി. അപ്പോൾ രാഹുൽ പറയുന്നത് എനിക്കൊരു ചായ കുടിക്കണം, ആ ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം. റിപ്പോർട്ടർ ചാനൽ കൂടുതലും എഴുതാനായിട്ട് രാഹുലിന്റെ മുൻപിലേക്ക് ചെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചെന്ന് കഴിഞ്ഞാൽ രാഹുൽ അണ്ണാക്കിൽ അടിച്ച് നിറപ്പിച്ച് വിടും. അതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ടേക്ക് രാഹുലിന്റെ മുന്നിലേക്ക് കോലും പിടിച്ചുകൊണ്ട് ചെന്നിട്ടില്ല. ആൾക്കൂട്ടത്തിനിടയിൽ കോലും പൊക്കിക്കൊണ്ട് ചെന്നതല്ലാതെ കൂടുതൽ കാര്യങ്ങളിലേക്ക് രാഹുലിൻ്റെ അടുത്ത് ചെന്നില്ല. തൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാലും തനിക്ക് പറയാനുള്ള ഉത്തരം താൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ കോടതിക്ക് മുൻപിൽ പറയാനുള്ളത് ഞാൻ കോടതിയിൽ പറയാമെന്നാണ്. അതായത് നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ ഇവിടെ ഉള്ളപ്പോൾ മാധ്യമ വിചാരണയുടെ ആവശ്യമില്ല, മാധ്യമങ്ങളല്ല ഇവിടുത്തെ കോടതി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു പറയുന്നത്. അപ്പോൾ നമുക്ക് സുജയുടെ ഇന്ന് വൈകിട്ടത്തെ ഒരു വാർത്താ സമ്മേളനമുണ്ട്, നമുക്കതൊന്ന് കണ്ടു നോക്കാം. സുജയുടെ വലിയ മെഴുകലാണ്. അതായത് ചായ രാഹുൽ ഇങ്ങനെ ഊതി ഊതിയാണ് കുടിക്കുന്നതെന്നാണ് പറയുന്നത്. ചായ ഊതി ഊതി കുടിക്കാതെ പിന്നെ ചായ എങ്ങനെയാണ് കുടിക്കുന്നത് എൻ്റെ പൊന്ന് സുജയ മേഡം? ചായ ഊതി കുടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു മെഴുകലൊക്കെയാണ് പുള്ളിക്കാരി മെഴുകുന്നത്. നമുക്കതൊന്ന് കണ്ടു നോക്കാം.
അപ്പോൾ MLA ബോർഡ് വെച്ച വാഹനത്തിൽ വന്നിറങ്ങി വോട്ട് ചെയ്യുന്ന അതേ വാഹനത്തിൽ തിരിച്ചു പോകുന്ന ചായ ഊതി കുടിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുമ്പോൾ ചെയ്തു വെച്ച കുറ്റകൃത്യത്തെ എത്രത്തോളം ലാഘവത്തോടെയാണ് ഒരു ചായ ഊതി ഇങ്ങനെ ഗുപ്തന് ചായ ഊതി കുടിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറയുന്നത് പോലെ മാധ്യമങ്ങൾ വന്നിരിക്കുമ്പോൾ ആ ലാഘവത്തോടെ ചായ കുടിക്കുന്ന രാഹുലിനെ കണ്ടു കഴിയുമ്പോഴേക്കും അത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് കോൺഗ്രസ് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. 15 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക വൈകൃതം കഴിഞ്ഞ 3 മാസക്കാലമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 15 ദിവസമായി 27-ാം തീയതി അതിജീവിത ആദ്യത്തെ പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറിയ ആ ദിവസം മുതൽ അന്ന് കണ്ണാടിയിൽ നിന്ന് മുങ്ങിയതാണ്. കണ്ണാടി പഞ്ചായത്തിൽ നിന്ന് മുങ്ങി നേരെ ഇന്ന് 15 ദിവസങ്ങൾക്കിപ്പുറം കുന്നത്തൂർമേട് പാലക്കാട് നഗരസഭയുടെ ഭാഗമായ കുന്നത്തൂർമേടിലെ തന്റെ പോളിംഗ് ബൂത്തിൽ പൊങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാനുള്ള സമയമുണ്ടായിരുന്നു, കസ്റ്റഡിയിലെടുക്കാനുള്ള സമയമുണ്ടായിരുന്നു. അതൊന്നും ഉപയോഗിച്ചില്ല. ഓക്കെ, മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് പോകുന്ന ആൾ മുൻകൂർ ജാമ്യം നേടി വരട്ടെ എന്നൊക്കെ കരുതി ആ ഒരു വിശാല മനസ്കതയോടെ ഇരുന്നതായിരിക്കും സർക്കാർ. അങ്ങനെയല്ലേ കരുതാൻ കഴിയുകയുള്ളൂ. ഇനി എന്റെ പൊന്നു സുജയ, പോലീസിന്റെ അടുത്ത് കോടതി പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ഏറ്റവും പരമോന്നത ഒരു നീതിപീഠം എന്ന് പറയുന്ന കോടതിയാണല്ലോ, ആ കോടതി പോലീസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പ്രഥമ ദൃഷ്ട്യാ തെളിവുകളില്ല, അങ്ങനെയെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വിട്ടയക്കണമെന്നാണ് കോടതി പറഞ്ഞത്. അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ സുജയ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വന്നു നിന്ന സമയത്ത് പോലീസിനെ അറസ്റ്റ് ചെയ്യായിരുന്നു, പക്ഷെ സർക്കാർ ഒന്നും ചെയ്തില്ല എന്നാണ്. സ്വന്തം പാർട്ടിയിലിരിക്കുന്ന വേറെ കാര്യമുണ്ട്, സുജയ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ അടിമയല്ല. ഇടതുപക്ഷത്തിന്റെ അടിമ അരുൺകുമാറാണ്. ഈ സുജയ BJPയുടെ സംഘിമിത്രത്തിന്റെ അടിമയാണല്ലോ. അപ്പൊ സംഘികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും ഒരാളുണ്ട്, ഈ കമ്മികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും ഒരാളുണ്ട്. സുജയ, ഈ ലൈംഗിക വൈകൃതം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മാത്രമല്ല, നിങ്ങളുടെ കൂടെ ഇരുന്ന് കോട്ടും സ്യൂട്ടും ഇട്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടർ അരുൺകുമാറിനെതിരെയും ഉണ്ട്. അത് മൂത്ത അല്ലെങ്കിൽ മുതിർന്ന ആളുകളെ പറ്റിയല്ല കേട്ടോ, ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെ പറ്റിയാണ്. അതും പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയുടെ അടുത്താണ് അവൻ ലൈംഗിക ചേഷ്ടയോടുകൂടി പെരുമാറിയത്. അവന്റെ ലൈംഗിക വൈകൃതത്തിന്റെ അത്രയും ഒന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അതായത് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഒരുമിച്ചെല്ലാം ചെയ്യുകയും സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കെ തന്നെ അവനെ കളഞ്ഞിട്ട് ഇവന്റെ കൂടെ വന്നിട്ട് ഒരു ദിവസം കിടന്ന് ഉറങ്ങുകയും 2 ദിവസം കഴിയുമ്പോൾ കുഞ്ഞ് വയറ്റിലുണ്ടെന്ന് അറിയുകയും പിന്നീട് ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അങ്ങനെ അവസാനം കുറ്റവാളിയായപ്പോൾ രാഹുൽ മാങ്കൂട്ടം മാത്രമായി. അതെങ്ങനെയാണ് ശരിയാവുന്നത്? രണ്ടുപേരും കൂടി എല്ലാ പരിപാടിയും ചെയ്തിട്ട് ഒരു പിണക്കം വരുമ്പോൾ അതിജീവിതയായിട്ട് അങ്ങോട്ട് മാറും. അതായത് എല്ലാത്തിനും സഹകരിച്ച് കൂടെ എന്ന ആള് പിന്നീട് അതിജീവിതയാ. അവരെ ഉപയോഗിച്ച ആളുകൾ പിന്നീട് വലിയ കുറ്റാരോപിതനും കുറ്റക്കാരന്മാരും. ഒരുമിച്ച് നിന്നതിനോ അല്ല മറ്റുള്ള സ്വന്തം കെട്ടിനെ ചതിച്ചിട്ട് വരുന്നതിനോ ഒന്നും വേറെ പേരുകളില്ല. അതിന് കൊടുക്കാനെല്ലാം പറ്റിയ അടിപൊളി പേര് അതിജീവിതയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഒരുപാട് അതിജീവിതകൾ വരും. അത് സ്വന്തം ഭർത്താവിനെ കളഞ്ഞിട്ട് വേറൊരുത്തിനൂടെ പോയിട്ട് അത് പിടിക്കപ്പെടുമല്ലോ എന്നറിയുമ്പോൾ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി ചവിട്ടും. അപ്പോൾ പ്ലേറ്റ് മാറ്റി ചവിട്ടുമ്പോഴുള്ള ഗുണം നീതിന്യായ വ്യവസ്ഥയെല്ലാം അവരുടെ കൂടെ നിൽക്കും. എന്നിട്ടൊരു പേരൂടെ ഇട്ട് കൊടുക്കും, ഇരയാക്കപ്പെട്ടവൾ അതിജീവിത. പ്രൈവസി ആണല്ലോ, പുറത്തു വിടാൻ പറ്റില്ലല്ലോ പേര്, പുറത്തു വിട്ടാൽ പണിയാവും എന്നുള്ളത് കൊണ്ട് തന്നെ പേരും പുറത്തു വിടില്ല. അപ്പോൾ എന്താണ് സുഖം? ആ ഭർത്താവിൻ്റെ മുന്നിൽ ഒരു പേര് കിട്ടും, നല്ല പെൺകുട്ടിയാണ്, അതിജീവിതയാണ്. അല്ലെങ്കിൽ കോടതിയിലും പേര് കിട്ടും, അതിജീവിതയാണ്. നാട്ടുകാരുടെ മുൻപിലും പേര് കിട്ടും, അതിജീവിതയാണ്. എല്ലാത്തിനും സഹകരിച്ച് കൂടെ നിൽക്കുന്ന 2 പേർക്ക് തമ്മിൽ അല്ലെങ്കിൽ എല്ലാത്തിനും സഹകരിച്ച് ഒരുമിച്ച് നിന്നിട്ട് അവർക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. കാരണം ആ ചെയ്തവനാണല്ലോ കുറ്റക്കാരൻ, അതായത് പുരുഷനാണല്ലോ കുറ്റക്കാരൻ. അവനെതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ചുമ്മാ പേരങ്ങ് പറഞ്ഞാൽ മതി, അവരുടെ ഫുൾ ഡീറ്റെയിൽസോ തെളിവോ ഒന്നും വേണ്ട. ചുമ്മാ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ അവരെ പിടിച്ചകത്തിടുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയാണ് ഇവിടെ ഉള്ളതെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഇങ്ങനെയുള്ള തീവ്ര ഫെമിനാസികളുടെ അന്നനാളം നിറയ്ക്കുന്ന മറുപടി തന്നെയാണ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ നിന്ന് കാണാൻ പോകുന്നത് അത് തന്നെയായിരിക്കും. അതിപ്പോൾ ദിലീപിന്റെ വിഷയമാണെങ്കിലും ഏതൊരു വിഷയമാണെങ്കിലും തീവ്രമായിട്ടുള്ള ഫെമിനാസികളുടെ കടന്നുവരവും അവരുടെ തോന്നിവാസവുമാണ് കാണുന്നത്. ഇനി അധികം ഇതിവിടെ വില പോവില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ നീക്കങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടിരിക്കാം. അല്ലെങ്കിൽ രാഹുൽ കളിക്കാൻ പോകുന്ന കളികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ രാഹുൽ പറഞ്ഞിരിക്കുന്ന അല്ലെ രാഹുൽ കൊടുത്തിരിക്കുന്ന ഒരു തെളിവിന് പുറമെ അതിജീവിതയ്ക്കൊന്നും കൊടുക്കാനില്ല. കാരണം എല്ലാം രാഹുൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കളിക്കാൻ പോകുന്ന കളികൾ എന്തൊക്കെയാണെന്നുള്ളത് കാത്തിരുന്ന് കാണാൻ തയ്യാറായിക്കുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് രാഹുൽ എന്ന് പറയപ്പെടുന്ന ആണൊരുത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി ഇത് കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്ന പലരും കാണും. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇനി അത് കുറ്റാരോപിതൻ മാത്രമാണെങ്കിൽ അതിൽ ആരാണോ ഇവർക്കെതിരെ കുറ്റം ആരോപിച്ചത് അവരെയും ശിക്ഷിക്കണം. ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരും ശിക്ഷിക്കപ്പെടണം. കുറ്റാരോപിതൻ മാത്രമാണെങ്കിൽ അവർ രക്ഷപ്പെടുകയും വേണമെന്നുള്ളതാണ് എൻ്റെ അജണ്ട. അതിനുവേണ്ടി എത്ര നാൾ ശബ്ദമുയർത്താൻ പറ്റുമോ അത്രയും നാൾ ശബ്ദമുയർത്തുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.